ചില കഥകൾ അങ്ങനെയാണ്. ഒരു വട്ടം വായിച്ചാൽ വീണ്ടും വായിക്കുവാൻ തോന്നും. അങ്ങനെയൊരു കഥയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ലിപിയിലെ അനുഗ്രഹീത എഴുത്തുകാരി അമ്മുവിൻ്റെ കഥയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോളേജ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ സൗഹൃദവും പകയും പ്രണയവും ചേർത്ത് അണിയിച്ചൊരുക്കിയ ചെറുകഥയാണിത്. അമ്മുവിൻ്റെ സ്വന്തം കാശി. മെസ്സിലെ ആ ചായക്കപ്പിൽ കലങ്ങിയത് വെറും മരുന്നായിരുന്നില്ല, ഒരു മനുഷ്യമൃഗത്തിൻ്റെ പകയായിരുന്നു. ബോധം മറഞ്ഞു വീണ അവളെ ലോകം മുഴുവൻ വേട്ടയാടുമെന്ന് കരുതിയ നിമിഷം, ആ നിമിഷം അവിടെ രക്ഷകനായത് അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരാളും. ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും കാറ്റാ ചാരത്തെത്തുന്നാരെ. അതെ, ചില കഥകൾ അങ്ങനെയാണ്. നമുക്ക് പിടിതരാതെ സസ്പെൻസുകൾ കരുതി വയ്ക്കും. കുടുംബപ്പകയുടെ കനലുകൾക്കിടയിൽ തളർത്ത പ്രണയം. ആ പ്രണയം ഉള്ളിലൊതുക്കി എങ്ങനെയാണ് കാശിക്ക് ഇത്രയും ക്രൂരനാകുവാൻ കഴിഞ്ഞത്? കാശിക്കും അമ്മുവിനും ഇടയിൽ നീളുന്ന മൂർച്ചയുള്ള പകയുടെ കാരണം എന്താണ്? കോളേജ് പ്രൊഫസറായ കാശിയും സ്റ്റുഡൻ്റായ അമ്മുവും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായ കഥ. ആ കഥയാണ് അമ്മുവിൻ്റെ സ്വന്തം കാശി. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, ചുരട്ടൻ ആകെ വിയർക്കണം.